ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് കംപ്ലയിൻ്റ് ആണ്. ഒന്ന് പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വർക്കാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലത്തെ ഗട്ടർ ചാടുമ്പോൾ അടി വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ്. ഗ്രീൻ ബുഷാണ്, അത് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ ലിങ്കിൻ്റെ ബുഷിൻ്റെ കോളർ മാത്രമാണ് ചെറിയ പ്ലേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റി ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട് ഗ്രീസ് ചെയ്തതിന് കൂട്ടത്തിൽ കൂടെ ഗ്രീൻ ബുഷ് മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. അതായത് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല. കാരണം സാധാരണ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പെട്രോളിൻ്റെ പൈപ്പൊക്കെ പൊട്ടിയിട്ട് വരാറുണ്ട്. ഈ സൈഡ് പൊട്ടാം, ആ പെട്രോളിൻ്റെ ടാപ്പിൻ്റെ ആ സൈഡ് പൊട്ടാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട്. ഇത് നിലവിൽ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാണ്. ഇപ്പം നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് കാർബറേറ്ററിൻ്റെ ഈ കറുത്ത പൈപ്പ് വഴി അടിയിലേക്കടെ പെട്രോൾ ചാടണമെന്നാണ്. ഈ പൈപ്പ് വഴി പെട്രോൾ ചാടണ കേസാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ വണ്ടിയുടെ കാർബറേറ്ററിന് വരുന്ന കംപ്ലയിൻ്റ് ആണ്. ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് ഇല്ല. ഞാനത് അഴിച്ച് നോക്കിയാലാണ് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് അഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഈ എത്തനോൾ കിടന്നിട്ട് കെമിക്കൽ റിയാക്ഷൻസ് മൂലം അതിൻ്റെ കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കേസ് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ പെട്രോൾ ക്രമാതീതമായിട്ട് ആ അടിയിലെ പൈപ്പ് വഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം നിലവിലില്ലെങ്കിലും നമുക്കൊരു രീതിയിൽ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ചിലപ്പോൾ പോയേക്കാം. 100% പോകുന്നതല്ല ഞാൻ പറയണേ, പക്ഷേ പോകാനുള്ള അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഇതിപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാൻ കണക്കാക്കിയിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട്. കാർബറേറ്റർ അസംബ്ലിക്ക് ഏകദേശം 2500 നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമുക്കത് അഴിക്കണോ വേണ്ടതെന്നുള്ള ദിവസം തീരുമാനിക്കാനായിട്ട്. കാരണം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് പെട്രോൾ ഓവർഫ്ലോ വന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ എത്തനോൾ കിടന്നിട്ട് ഈ അലുമിനിയം ബോഡി ആയിട്ടുള്ള മെറ്റീരിയലുമായിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ദ്രവിച്ച് പോവാണ്. അതാണ് ഇപ്പോൾ എൻ്റെ പ്രോബ്ലം. നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്ന് ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം കൃത്യമായിട്ടൊന്ന് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. എന്നിട്ട് ആ ഏത് രീതിയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന സമയത്ത് കയറ്റി മാറ്റാൻ കണക്കാക്കി തന്നെ അഴിക്കുക. അതിനിടയിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിടാം. ഇനി അതല്ല കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയിടാം. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട്. എന്തായാലും വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും ഫ്രണ്ടിലത്തെ ബുഷിൻ്റെ വർക്കൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കേസ് വീഡിയോ കണ്ടുമ്പോൾ അപ്പോഴത്തേക്കൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ.